പ്രസവത്തിന് ശേഷം പല സ്ത്രീകളിലും പലതരത്തിലുള്ള ജോയിന്റ് പെയിൻ കാണാറുണ്ട്. പ്രത്യേകിച്ചും ബാക്ക്, നെക്ക്, ഇടുപ്പ്, കാൽമുട്ട് വേദനയാണ് കൂടുതലായിട്ടും കാണുന്നത്. ഈ ഗർഭ സമയത്തും അതേപോലെ തന്നെ അതിനുശേഷം വരുന്ന പ്രസവത്തിൻ്റെ അല്ലെങ്കിൽ സിസേറിയൻ പോലുള്ള ആ ഒരു സമയത്തും വരുന്ന ഡ്രമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് പിന്നീട് പ്രസവാനന്തരം ഇത്തരത്തിലുള്ള പെയിനുകൾ ഉണ്ടാവാനായിട്ട് കാരണമാകുന്നത്. ഏകദേശം 4 മുതൽ 6 മാസം വരെ ഇത്തരത്തിലുള്ള വേദനകൾ പല സ്ത്രീകളിലും കാണാറുണ്ട്. ചിലർക്കെങ്കിലും കുറച്ചും കൂടെ ലോങ് ആയിട്ടുള്ള പീരീഡിലും വേദന കാണാറുണ്ട്. ഇത് തികച്ചും നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വരുന്ന ഹോർമോൺ ലെവലിൽ വരുന്ന ചേഞ്ചാണ്. പിന്നീടൊന്ന് ഗർഭാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള ശരീരഭാരം കൂടുന്നത്, അതേപോലെ നമ്മൾ പ്രസവത്തിന് ശേഷം കുട്ടികളെ എടുക്കുന്ന സമയത്തും അതേപോലെ ഫീഡ് ചെയ്യുന്ന സമയത്തുമുള്ള ബാഡ് പോസ്ചർ, ഡെലിവറിയുടെ സമയത്ത് നമ്മുടെ കാൽമുട്ടിലോ അല്ലെങ്കിൽ കണങ്കാലിലോ ഒക്കെ വളരെയധികം പ്രഷർ കൊടുത്തായിരിക്കാം ഡെലിവറി നടന്നിട്ടുണ്ടാവുക. ആ ഒരു കാരണവും പ്രസവാനന്തരം ജോയിന്റ് പെയിൻ ഉണ്ടാവാനായിട്ട് കാരണമാകുന്നുണ്ട്. ചെറിയ ചില പൊടിക്കൈകളിലൂടെ നമുക്ക് ഈ വേദനയുടെ ഒരു തോത് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് വളരെ മൈൽഡായിട്ടുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകൾ, അതായത് വളരെ വർക്ക് ലോഡ് വരാത്ത രീതിയിലുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ നീന്താൻ പറ്റുന്ന സാഹചര്യം ഉള്ളവർക്ക് നീന്തൽ ഒരു നല്ല എക്സസൈസാണ്. അതേപോലെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഏറ്റവും നല്ലൊരു പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പം കുട്ടിയെ ഫീഡ് ചെയ്യുന്ന സമയത്ത്, എടുക്കുന്ന സമയത്ത്, ഡയപ്പർ ചേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഏറ്റവും നല്ല രീതിയിൽ തന്നെയുള്ളൊരു പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യുക. ഫീഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ചെയ്യേണ്ടത് നമ്മുടെ ബാക്കിനും അതേപോലെ ഷോൾഡറിനും സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ പില്ലോ വെക്കുക. അതേപോലെ കുട്ടിയുടെ വെയിറ്റ് ഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി കുട്ടിക്കും ചെറിയ രീതിയിലൊരു പില്ലോ നമുക്ക് അതിനൊരു സപ്പോർട്ടായിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ വേദന വളരെയധികം കൂടുന്ന സമയത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു വേദന കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് ഹോട്ട് പാക്ക് അല്ലെങ്കിൽ ഐസ് പാക്ക് യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അത് ആ ഒരു ഭാഗത്തേക്കുള്ളൊരു നീർക്കെട്ട് കുറയ്ക്കുകയും അവിടേക്കുള്ള രക്തചംക്രമണം കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെയിൻ കുറയാനായിട്ട് സഹായിക്കും. അതേപോലെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നൊരു കാര്യമാണ് ഉപ്പ് വെള്ളത്തിൽ മുക്കിയെടുത്ത തുണി കൊണ്ട് വളരെ നൈസായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നതും ജോയിന്റ് പെയിൻ കുറയാനായിട്ട് സഹായിക്കും. അതേപോലെ നമ്മുടെ കാല് ചെറിയ ചൂടുള്ള ഉപ്പ് വെള്ളത്തിൽ മുക്കി വയ്ക്കുന്നതും പെയിൻ കുറയാനായിട്ട് സഹായിക്കുന്നുണ്ട്. പ്രസവത്തിന് ശേഷം എല്ലാ അമ്മമാരും ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് തൻ്റെ കുട്ടിയുടെ കെയറിലാണ്. പക്ഷേ അതോടൊപ്പം തന്നെ തൻ്റെയും ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്.